നാം ഇന്ന് നോക്കുമ്പോൾ നമ്മുടെ ലോകരാജ്യങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ മാധ്യമങ്ങളെല്ലാം വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഈ ഇസ്രായേൽ ഇറാൻ യുദ്ധം. പ്രിയ ബ്രദറെ, നിർത്താം. നമ്മൾ മനസ്സിലാക്കണം, ഇന്നേക്ക് 2000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ആമോസ് പ്രവാചകൻ പറഞ്ഞ വളരെ എന്തുമാത്രം വ്യക്തമായ വാക്കുകളാണെന്ന് മനസ്സിലാക്കണം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്ത്യൻ മിറർ ടോക്ക് ഷോ എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുന്നത് ബഹുമാനപ്പെട്ട നിർമ്മൻ ബ്രദറാണ്. അദ്ദേഹം ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിലെ വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഇസ്രായേൽ എന്ന രാജ്യത്തെയും അത് നമ്മുടെ സത്യവേദ പുസ്തകവുമായി വളരെയധികം വിശകലനം ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രദറാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ ഈ നാളുകളിൽ ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റിയിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുകയാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയ ബ്രദർ, നന്ദി. ബ്രദർ, ആദ്യത്തെ ചോദ്യം, നാം ഇന്ന് നോക്കുമ്പോൾ നമ്മുടെ ലോകരാജ്യങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ മാധ്യമങ്ങളെല്ലാം വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഈ ഇസ്രായേൽ ഇറാൻ യുദ്ധം. ഇത് നമ്മുടെ സത്യവേദ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഇസ്രായേൽ പാലസ്തീൻ വിഷയം മനസ്സിലാക്കുമ്പോൾ ഇന്നത്തെ ആധുനിക ഇസ്രായേൽ എന്ത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ആധുനിക ഇസ്രായേൽ എന്ന് പറയുന്നത് ഏകദേശം 22,700 കിലോമീറ്റർ സ്പേസ് ഉള്ള ഒരു രാജ്യമാണ്. ഇന്ന് ആ രാജ്യത്തിന് 6 ജില്ലകളാണുള്ളത്. 1 ജെറുസലേം, 2 ടെൽ അവീവ്, 3 അസ്തോദ്, 4 അഷ്കലോൺ, 5 ഡെമോണ, 6 യാഹ. ഏകദേശം 23 ലക്ഷം ജനങ്ങളാണ് ഗാസയിൽ നമ്മൾ ഈ കേൾക്കുന്ന യുദ്ധത്തിന് മുമ്പ് താമസിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യമെന്ന് പറയുന്നത്. 271 കിലോമീറ്റർ. പലപ്പോഴും ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള ഒരു പ്രശ്നത്തിൻ്റെ കലുഷിതമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഗാസ സ്ട്രിപ്പ് തന്നെയാണ്. അതായത് ലോകത്തിൻ്റെയും ശ്രദ്ധ ഒരു പരിധി വരെ നമുക്കെന്ത് പറയാം, ഗാസ സ്ട്രിപ്പ് തന്നെയാണ്. എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ 1970 നമ്മളെല്ലാം വിശുദ്ധ വേദപുസ്തകത്തിൽ പഠിക്കുന്ന ഒരു കഥാപാത്രമാണ് ഹാമാൻ എന്ന് പറയുന്ന രാജാവ്. നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വന്നാൽ ഇറാനിലെ സംഭവവികാസങ്ങളും ഇതെല്ലാം ഹാമാന്റെ പുതിയ വകഭേദങ്ങളായി നമുക്ക് മനസ്സിലാക്കാം. അതായത് ലെബനോനിലെ ഹിസ്ബുള്ള, പാലസ്തീനിലെ ഹമാസ്, അതോടൊപ്പം യമനിലെ ഹൂതികൾ. ആദ്യം ഈ പാലസ്തീൻ്റെ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച സംഘടനകളെല്ലാം ഒരു പരിധിവരെ അവർ സമാധാനകാംക്ഷികളായിരുന്നു. വളരെ പെട്ടെന്നാണ് ഈ 3 സംഘടനകൾ, അതായത് ഹമാസിന്റെ നേതൃത്വം, ഈ പാലസ്തീൻ്റെ ഭരണം കൈയാളുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് 2023 വളരെ അപ്രതീക്ഷിതമായി ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഈ അസ്തോദ്, അഷ്കലോൺ എന്ന് പറയുന്ന ബോർഡേഴ്സിലേക്ക് ഹമാസിൻ്റെ പടയാളികൾ കയറുകയും ഏകദേശം ഇസ്രായേലിലെ ഒരുപാട് യഹൂദരെ കൊന്നൊടുക്കുകയും 270-ലധികം യഹൂദരെ അവർ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തത്. ഇതാണ് നമ്മൾ ഈ ഒരു വിഷയം ഇപ്പോൾ കുറേ കാലം സൈലൻ്റ് ആയിരുന്ന ഈ വിഷയം വീണ്ടും മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ വരുവാൻ കാര്യം. ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഹമാസിൻ്റെ ഇസ്രായേലിനോടുള്ള ആക്രമണമാണ്. അപ്പോൾ എന്തുകൊണ്ട് ആക്രമണം സംഭവിച്ചു? പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇസ്രായേലിന് ഇത്രയും വലിയ ഒരു അയൺ ഡോമുണ്ട്, എല്ലാം ഉണ്ട്, എങ്കിലും അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ തകർന്ന് അന്ന് നമ്മുടെ മീഡിയാസ് എല്ലാം, പ്രത്യേകിച്ച് കേരളത്തിലെ മീഡിയാസ് എല്ലാം ഒരുപാട് അവരുടെ ലാംഗ്വേജിലൊക്കെ ആഘോഷിച്ചതുപോലെയാണ് എനിക്കത് ഫീൽ ചെയ്തത്. എന്ത് സംഭവിച്ചു എന്നാൽ അന്ന് യഹൂദൻ്റെ ഏറ്റവും വലിയ സുക്കോത്തം എന്ന് പറയുന്ന ഒരു പെരുന്നാളാണ്. ഈ പെരുന്നാൾ സമയത്ത് ഏകദേശം 4000 ഭടന്മാരാണ് ഇസ്രായേലിൻ്റെ ബോർഡേഴ്സിൽ സാധാരണ ഉള്ളത്. പക്ഷേ ഈ പെരുന്നാൾ സമയത്ത് നമുക്കറിയാമല്ലോ, നമ്മുടെ ഇവിടെ ആയാലും ഒരു ഓണം, ബക്രീദ്, ഇതെല്ലാം ഭടന്മാർ ലീവ് എടുത്ത് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അവിടെ ഈ 10% പേരെ ഈ പെരുന്നാൾ സമയത്ത് അവിടെ ഉള്ളൂ. ഏകദേശം 40ഓളം പേരാണെന്തോ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഈ സമയത്താണ് ഈ ഹമാസിൻ്റെ ഒരു ആക്രമണം ഇസ്രായേലിന് നേരെ അപ്രതീക്ഷിതമായി സംഭവിക്കുന്നത്. പിന്നെ ഇസ്രായേലിലേക്ക് നടന്ന ഈ ആക്രമണങ്ങളെല്ലാം വിശുദ്ധ വേദപുസ്തകത്തിൽ വ്യക്തമായി പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ യഹൂദിക്കകത്തൊരു തീ അയക്കും, അത് യെരുശലേമിന്റെ അരമനകളെ ദഹിപ്പിച്ച് കളയും എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നു. അത് സംഭവിച്ചു. യെരുശലേമിന്റെ അരമനകളെ തീയായി തന്നെ അത് നശിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. രണ്ടാമത്, ഭക്തനായ ആമോസ് 1-ാം അധ്യായം 7-ാം വാക്യം, ഇന്നേക്ക് 2000 വർഷങ്ങൾക്കും ആമോസ് പറയുകയാണ്. എന്താണ് പറയുന്നത്? ഗാസ നിർജ്ജനമാകും, ഗാസയ്ക്കകത്ത് ഞാനൊരു തീ അയക്കും, അത് അതിൻ്റെ അരമനകളെ ദഹിപ്പിച്ച് കളയും. ഗാസയ്ക്കകത്ത് ഞാനൊരു തീ അയക്കും, അത് അതിൻ്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന ഒന്നും വള്ളി പുള്ളി തെറ്റില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. 1-ാം അധ്യായം 7-ാം വാക്യം വ്യക്തമായി പറയുന്നു അത് സംഭവിച്ചു. അതോടൊപ്പം വീണ്ടും വരികയാണെങ്കിൽ
ആമോസ് 1:8 പറയുന്നു, ഞാൻ അസ്തോദ് നിവാസിയെയും അഷ്കലോണിൽ ചെങ്കോൽ പിടിക്കുന്നവനെയും ഛേദിച്ചു കളയും എന്ന് പറയുന്നു. അതും ഇവിടെ സംഭവിച്ചു. അസ്തോദ്, അഷ്കലോൺ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ബോർഡേഴ്സാണ്. അവിടെ ഭടന്മാരായി നിന്നവരെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ആക്രമണത്തിലൂടെ അവർ ഛേദിച്ചു കളയുന്നത്. നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ അത് കാണുന്നു. അതോടൊപ്പം അടുത്ത ഒരു വാക്യമാണ്, ബ്രദർ അത് വായിച്ചാട്ടെ, സെഫന്യാവ് 2:4. സെഫന്യാവ് 2:4. ഗാസ നിർജ്ജനമാകും, അസ്കലോൻ ശൂന്യമായി തീരും, അസ്തോദിനെ അവർ മധ്യാഹ്നത്തിൽ നീക്കിക്കളയും, എക്രോന് നിർമൂലനാശം. പ്രിയ ബ്രദറെ, നിർത്താം. നമ്മൾ മനസ്സിലാക്കണം, ഇന്നേക്ക് 2000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ആമോസ് പ്രവാചകൻ പറഞ്ഞ വളരെ എന്തുമാത്രം വ്യക്തമായ വാക്കുകളാണെന്ന് മനസ്സിലാക്കണം. പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, അങ്ങയുടെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു എന്ന് വിശ്വസ്തം പറയുന്നു. യഹോവയുടെ പുസ്തകത്തിൽ ഒരു തരി വള്ളി പുള്ളി മാറില്ല എന്ന് എന്ത് ചെയ്യാം, നമുക്ക് മനസ്സിലാക്കണം. സെഫന്യാവ് 2:2 അത് വ്യക്തമായി പറയുകയാണ്. അതോടൊപ്പം ഇരമ്യാ പ്രവാചകൻ 47:5 പറയുന്നു, ഗാസ കഷണ്ടിയായി തീരും, അഷ്കലോൺ ശൂന്യമാകും. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഗാസ കഷണ്ടിയാവും എന്ന് പറയുന്നത് ഗാസയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം, തീവ്രവാദി നേതാക്കന്മാരെല്ലാം മരണപ്പെടുന്ന ഒരവസ്ഥയാണ്. അതാണ് ഗാസ കഷണ്ടിയാവും എന്ന് പറയുന്നത്. അതോടൊപ്പം അടുത്ത ഒരു പ്രധാനപ്പെട്ട വേദഭാഗമാണ് നാം വളരെ സൂക്ഷിക്കണമെന്ന് സെഖര്യാവ് പ്രവാചകൻ 9:5-6 പറയുകയാണ്, അഷ്കലോൺ അത് കണ്ട് ഭയപ്പെട്ടു. 1948 യഹൂദ രാഷ്ട്രം രൂപീകരിച്ചതിന് ശേഷം ഇതുപോലെ ഇസ്രായേൽ ഭയപ്പെട്ട ഒരു സാഹചര്യമില്ലായിരുന്നു, ഇതുപോലെ ജെറുസലേം ഭയപ്പെട്ട ഒരു സാഹചര്യമില്ലായിരുന്നു. കാരണം എന്തുകൊണ്ടാണ്? അവരുടെ 251 യഹൂദരെ അവർ കിഡ്നാപ്പ് ചെയ്യുകയാണ്. ഒരു യഹൂദനെ കിഡ്നാപ്പ് ചെയ്യുക, എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ലോകം മുഴുവൻ എന്തെല്ലാം വിഷയങ്ങൾ നടക്കേണ്ടടുത്ത് അവരുടെ 251 അവരുടെ യഹൂദരെ ഹമാസിനാൽ കിഡ്നാപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞാൽ ഇത് ഓരോ വാക്യങ്ങളും വളരെ വ്യക്തമായി ആധുനിക കാലഘട്ടത്തിൽ സത്യസന്ധമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെന്ന് നമുക്ക് ബോധ്യപ്പെടാം. ബ്രദർ, നമ്മൾ ഈ വിഷയങ്ങളെല്ലാം കാണുമ്പോൾ ഇസ്രായേൽ തിരിച്ച് ആക്രമിക്കുന്നതായും നമ്മുടെ സത്യവേദ പുസ്തകത്തിൽ കാണുന്നു. ഇതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ശരിയായ ചോദ്യമാണ്, ഒരു കൺഫ്യൂഷനാണ് പലർക്കും. ഈ തിരിച്ചുള്ള ഇസ്രായേലിന്റെ അറ്റാക്കും വിശുദ്ധ വേദപുസ്തകത്തിൽ വാക്യങ്ങളാലും വചനങ്ങളാലും തന്നെ കാണുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ആദ്യത്തെ നമ്മളൊരു സാഹചര്യം മനസ്സിലാക്കണമെങ്കിൽ ഇസ്രായേലിന്റെ ആദ്യത്തെ അറ്റാക്ക് ലെബനോണിലാണ്. ലെബനോനിൽ വളരെ വ്യക്തമായി വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നു. സെഖര്യാവ് 11:1-2 വാക്യങ്ങൾ ബ്രദർ വായിച്ചു നോക്കിയാൽ അറിയാം. അതിനകത്ത് പറയുന്നു, ലെബനോനിന്റെ ദേവദാരുക്കളെ ഞാൻ ആക്രമിക്കേണ്ടതിന് നിങ്ങൾ നിങ്ങളുടെ അതിരുകളെ തുറന്നു വരിക എന്നൊരു കൺസെപ്റ്റ് അതിനകത്ത് പറയുന്നുണ്ട്. ലെബനോനിലേക്ക് എന്ത് ചെയ്യുന്നു? ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നു. രണ്ടാമത് അടുത്ത വിശ്വവേദവസം പറയുന്നു, ആമോസ് 1:12 എത്ര വ്യക്തമായാണ് പറയുന്നത്. ആമോസ് പ്രവാചകൻ പറയുകയാണ്, ഞാൻ തേമാനിൽ ഒരു തീ അയക്കും. തേമാൻ എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലെ ഭൂപ്രകൃതി അനുസരിച്ചാണ് അത് യമനിലാണ്. നമ്മളെല്ലാ ചാനലുകളും, BBC, നാഷണൽ മീഡിയ, എല്ലാ ചാനലുകളും നമ്മൾ കണ്ടു. യമനിലെ എണ്ണ കപ്പലുകൾ ആരാക്രമിച്ചു? ഇസ്രായേൽ ആക്രമിച്ചു. എല്ലാ ചാനലുകളും. അതോടൊപ്പം വിശുദ്ധ വേദപുസ്തകം കാണുന്നു. അടുത്ത് വീണ്ടും പറയുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ, യെശയ്യാ പ്രവാചകൻ 17:12 പറയുന്നു, ഞാൻ ദശമേഷ്കിനെ ഒരു പട്ടണമാക്കാതെ വണ്ണം അതിനെ ഞാൻ നീക്കിക്കളയുമെന്ന് പറയുന്നു. അത് ശൂന്യമാകുമെന്ന് പറയുന്നു. അരോവർ പട്ടണങ്ങൾ നിർജ്ജനമാകുമെന്ന് പറയുന്നു. അതെന്താണ് സംഭവിച്ചത്? ഈ ദമേശക്ക് എന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ അത് സിറിയയുടെ ക്യാപിറ്റലായ ദമസ്കോസ് ആണ്. വീണ്ടും നമുക്ക് മനസ്സിലാക്കാം, ദമസ്കോസ് ആണ്. ബ്രദർ എല്ലാ ന്യൂസ് ചാനലുകളും കേട്ടുവെന്ന് എനിക്ക് തോന്നുന്നു. BBC ആയാലും അന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് ആയാലും ഇസ്രായേൽ ദമസ്കോസിനെ എന്ത് ചെയ്തു? ദമസ്കോസിനെ അറ്റാക്ക് ചെയ്തു. ഓരോ വാക്യങ്ങളും വളരെ ഇതാണ്. എനിക്കിതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത്, അല്ലെങ്കിൽ കാര്യമായി തോന്നിയത്, ബ്രദർ വായിച്ചു നോക്കണം, ആമോസ് 1:15. ആമോസ് 1:15. അവരുടെ രാജാവ് പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും, അവനും അവന്റെ പ്രഭുക്കന്മാരും ഒരുപോലെ തന്നെ എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അവരുടെ രാജാവ് പ്രവാസത്തിലേക്ക് പോവേണ്ടി വരും. ഈ അരാം രാജ്യത്തെ പറ്റിയാണ് പറഞ്ഞിരുന്ന ഒരു കണ്ടിന്യൂഷൻ ആണ്. അരാം രാജ്യം എന്ന് പറയുന്നത് സിറിയയാണ്. സിറിയയുടെ രാജാവിന്റെ പേര് ബാഷർ അൽ അസദ് എന്നാണ്. അദ്ദേഹം എന്ത് ചെയ്തു? ഈ അറ്റാക്കിന് ശേഷമാണ് റഷ്യയിലോട്ട് പലായനം ചെയ്യപ്പെടുന്നത്. അരാം രാജാവ് മാറി എന്ന് പറയുന്നത്. അപ്പോൾ ഭക്തനായ ആമോസ് ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് എന്തുമാത്രം വളരെ ക്ലിയർ ആയിരുന്നുവെന്നും നമ്മുടെ ഏഷ്യാനെറ്റും നമ്മുടെ മനോരമയും നമ്മുടെ BBC മാത്രമല്ല
എല്ലാ ഇന്റർനാഷണൽ ചാനൽസും ഇതിനെപ്പറ്റി ഡിബേറ്റും കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായി എന്ന് പറയുന്നത് ഈ വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു വചനം വള്ളിപുള്ളി മാറില്ല എന്ന് തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബ്രദർ, അടുത്ത ചോദ്യം. നാം സത്യവേദ പുസ്തകം വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് മത്തായി 27-ാം അധ്യായത്തിൽ, അവിടെ പീലാത്തോസ് യേശുവിനെ വിട്ടയക്കാൻ ആയിട്ട് ശ്രമിക്കുകയാണ്. തീർച്ചയായും ബ്രദറെ, നിങ്ങൾക്ക് ആരെ വേണമെന്ന് ചോദിക്കുന്നു. ബറബാസിന് വേണോ യേശുവിനെ വേണോ എന്ന് ചോദിക്കും. ജനങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് ബറബാസിനെ മതി, പകരം യേശുവിനെ ക്രൂശിക്കണമെന്ന് പറയുന്നു. ആ നിമിഷം പീലാത്തോസ് പറയുന്നു ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞിട്ട് തൻ്റെ കൈകൾ കഴുകുകയാണ്. ആ നിമിഷം ജനങ്ങൾ ആർത്ത് വിളിക്കുകയാണ്, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വന്ന് ഭവിക്കട്ടെ. ഇത് അന്വർത്ഥമാക്കുന്ന പല കാര്യങ്ങളും ഇന്ന് യഹൂദരുടെ ജീവചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ ബ്രദർ? ഇത് അന്വർത്ഥമാക്കുന്ന പല കാര്യങ്ങളുമല്ല, ഇത് അന്വർത്ഥമാക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് പിന്നെ സംഭവിച്ചത്. കർത്താവിനെ അവർ AD 30 ക്രൂശിച്ചത്. അവിടെ അതിനുശേഷം എന്ത് സംഭവിച്ചു? AD 75 അവർ യഹൂദർ അവർ പറയുകയാണ് ആ സമയത്ത് ഇവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളിലും വന്ന് ഭവിക്കട്ടെ എന്ന് പറയുന്നു. AD 30 കർത്താവിനെ ക്രൂശീകരിക്കുന്നു. AD 75 യഹൂദന്മാർ ഭൂമിയിലെ പല രാജ്യങ്ങളിലും അവർ ചിതറപ്പെടുന്നു. എന്നിട്ടും AD 135 ആയപ്പോൾ ഏകദേശം എല്ലാ യഹൂദന്മാരും ഭൂമിയിൽ മുഴുവനും ചിതറിപ്പോകുന്ന ഒരു അവസ്ഥയാണ്. അതായത് ബ്രദർ മനസ്സിലാക്കേണ്ടത്, ഒരു കുപ്പി ഗ്ലാസ് എറിഞ്ഞ് ഉടയുമ്പോൾ ആ കുപ്പി ചില്ലുകൾ പല റൂമിന്റെ പല കോർണറിലും പോകുന്നത് പോലെ യഹൂദന്മാർ എന്ത് ചെയ്തു? ഭൂമിയുടെ പല സ്ഥലങ്ങളിലും ചിതറിപ്പോയി. അതിലൊരു ഉദാഹരണം മാത്രമാണ് നമ്മുടെ മട്ടാഞ്ചേരിയിൽ പോലും ആ കുപ്പിച്ചില്ല് കഷ്ണങ്ങൾ വന്നു വീണു എന്ന് പറയുന്നത്. യഹൂദന്മാർ മട്ടാഞ്ചേരിയിലും വന്നു, ഡൽഹിയിലും വന്നു. ബ്രദറിന് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു, UPSC ഭവൻ അടുത്ത് തന്നെ ഒരു ഡൽഹിയിൽ ഭാരത ഗവൺമെന്റ് ഒരു യഹൂദൻ, അദ്ദേഹത്തിന്റെ പേര് എസക്കിയേൽ എന്നാണ്. ഇപ്പോൾ ഞാനും അദ്ദേഹം സുഹൃത്തുക്കൂടെയാണ്. അദ്ദേഹം ജൂയിഷ് സിനഗോഗ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ യഹൂദന്മാരുടെ കാര്യങ്ങളെല്ലാം ഏകദേശം എല്ലാവരും പോയി, ഏതെങ്കിലും ഇദ്ദേഹം അവിടെ തന്നെ താമസിക്കുന്നുണ്ട്. ഭൂമിയിൽ മുഴുവനും യഹൂദന്മാർ ചിതറി ഓടിപ്പോയി. ഈ ചിതറി ഓടിപ്പോയ യഹൂദന്മാർ വളരെ കഷ്ടം പല രാജ്യങ്ങളിലും അനുഭവിക്കപ്പെട്ടു. ഒരു വേട്ടപ്പെട്ടിയെ പോലെ യഹൂദൻ വേട്ടയാടി. ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ എത്രയോ യഹൂദന്മാരെ കൂട്ടക്കൊല ചെയ്തു. അന്ന് അവർ പറഞ്ഞ ആ വാക്ക് അവരുടെ ജീവിതത്തിൽ തന്നെ അവൻ്റെ രക്തം വന്ന് ഭവിക്കട്ടെ എന്ന് പറഞ്ഞത് 100% സത്യമായതായി കാണുന്നു. ഒരു പാസ്പോർട്ട് ഇല്ലാതെ, ഒരു രാജ്യത്തിലെ ഒരു പൗരൻ പോലും അല്ലാതെ അവർ ദൈവസന്നിധിയിൽ കരഞ്ഞ് നിലവിളിച്ച ഒരു അവസ്ഥയാണ് നാം കണ്ടത്. ബ്രദർ, അടുത്ത ചോദ്യം. നാം ചരിത്രം പരിശോധിക്കുമ്പോൾ സിയോൻ എന്ന സംഘം രൂപീകരിക്കുന്നു. അത് ആധുനിക ഇസ്രായേലിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്നു. ഇതിനെക്കുറിച്ചൊന്ന് വിശകലനം ചെയ്യാമോ? ബ്രദറെ, വളരെ നല്ല ചോദ്യം. ഞാൻ പ്രതീക്ഷിക്കാത്ത ചോദ്യമാണ്. എങ്കിലും ഇത് നമ്മ ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വേർഡാണ്, അല്ലെങ്കിൽ ഇതാണ് സിയോൻ സംഘം. കാരണം പല സ്റ്റേറ്റ്മെൻറ്റുകളും പല പൊളിറ്റീഷ്യൻസ് സ്റ്റേറ്റ്മെൻറ്റ് സിയോനിസ്റ്റുകൾക്കെതിരെ പറയുന്ന ഒരു സാഹചര്യം ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ കേട്ടു. സിയോൻ സംഘം എന്ന് പറയുന്നത് ശരിക്കും 1897 രൂപം കണ്ട ഒരു സംഘടനയാണ്. ഈ നാം നേരത്തെ കേട്ടതുപോലെ യഹൂദന്മാർ ഭൂമിയിൽ പല സ്ഥലങ്ങളിലും ചിതറി ഓടി. അപ്പോൾ അവർക്ക് വേണ്ടി വീണ്ടും ഒരു രാജ്യം കണ്ടെത്തണം എന്നുള്ള ഒരു ഉത്തരവാദിത്വത്തോടുകൂടെ അന്ന് ചിയാങ് വൈസ്മാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നേതൃത്വത്തിൽ തുടങ്ങിയ ഒരു സംഘടനയാണ് സിയോൻ സംഘം. ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് ഇസ്രായേലിന് സ്വന്തമായി അവർക്കൊരു രാജ്യം ഉണ്ടാവണം എന്നാണ് ഇത് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് കേട്ടാൽ, അന്ന് ഈ ചിതറി ഓടിയ രാജ്യങ്ങളിൽ 110ഓളം രാജ്യങ്ങളിൽ ആദ്യം ഇവർ ചെയ്തത് ഒരു 14 പേജുള്ള ബുക്ക്ലെറ്റ് എന്ത് ചെയ്തു? ഇവർ അടിച്ച് ഈ എല്ലാ രാജ്യങ്ങളിലും എത്തിച്ചു. ഇതാണ് ഇവരുടെ ആദ്യത്തെ സ്റ്റെപ്പായിരുന്നത്. പിന്നെ ഇവർ 14 വർഷത്തോളം യഹോവയായ ദൈവത്തോട് പ്രാർത്ഥിച്ചു, തങ്ങൾക്കൊരു രാജ്യം വേണം. ആ സമയത്താണ് ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. 1914-17 കാലഘട്ടത്തിലാണ് ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്നത്. അന്ന് ബ്രിട്ടനും സഖ്യകക്ഷികളും മുന്നേറുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ സിയോൻ സംഘത്തിന്റെ നേതാവായ ചിയാങ് വൈസ്മാൻ എന്ത് ചെയ്തു? അന്ന് സിന്തറ്റിക് സ്റ്റാർച്ചിൽ നിന്ന് ഒരു ഗ്രനേഡ് കണ്ടുപിടിച്ചു. അങ്ങനെ അന്ന് ബ്രിട്ടനും സഖ്യകക്ഷികളും മുന്നിലെത്തുകയും അന്ന് ഇവർക്ക് യഹൂദന്മാരോട് ഒരു കമ്മിറ്റ്മെന്റ് തോന്നുകയും ചെയ്തു. അങ്ങനെ അന്ന് ആർതർ വാൽഫോർഡ് എന്ന് പറയുന്ന വ്യക്തി ഇവർക്കൊരു രാജ്യം ഓഫർ ചെയ്യാം എന്നുള്ള ഒരു സാഹചര്യത്തിലെത്തി. പക്ഷെ എന്ത് സംഭവിച്ചു? അന്ന് രാജ്യം യഹൂദന് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം കിട്ടിയില്ല. കാരണം വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു അത്തിച്ചെടിയെ പറ്റി പറയുന്നുണ്ട്. അതെ, നാം പ്രത്യേകിച്ച് മത്തായി
24-ാം അധ്യായം 32-ാം വചനം. അവിടെ യേശു അവിടെ ഒരു അത്തിയുടെ ഉപമയെ കുറിച്ച് പറയുന്നത്. ഈ അത്തിയുടെ ഉപമയും ഇന്ന് 1948 രൂപീകരിച്ച ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ എങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്ത് ഈ അത്തിച്ചെടിയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ എപ്പോഴാണ് നിന്റെ വരവ് എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നത്, ആ വരവിന് പറയുന്ന ഒറ്റ ഉപമ വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നത് മത്തായി 24:32 പറയുകയാണ്. അത്തിച്ചെടിയെ പറ്റി പറയുകയാണ്. നിങ്ങൾ അത്തിയെ നോക്കുവിൻ, അത്തി തിളിർക്കുമ്പോൾ അതിന്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്നറിവിൻ. വേനൽ എന്ന് പറയുന്നത് കർത്താവിന്റെ വരവാണ്. അന്ന് തിളിർത്തില്ല. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ ആർതർ വാൽഫോർഡ് അദ്ദേഹം ആഗ്രഹിച്ചുവെങ്കിലും, ചിയാങ് വൈസ്മാനിലൂടെ ആഗ്രഹിച്ചുവെങ്കിലും ആ സമയത്ത് അത്തി തിളിർത്തില്ല. അന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം രൂപീകരിച്ചില്ല. പിന്നെന്ത് സംഭവിച്ചു? 1939-45 കാലഘട്ടത്തിലാണ് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധം ബ്രദർ അറിയാം. രണ്ടാം ലോക മഹായുദ്ധം നടന്ന സമയത്ത് അന്ന് ഹാരി എസ് ട്രൂമാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് അമേരിക്കയുടെ പ്രധാനപ്പെട്ട നേതാവായി പ്രസിഡന്റ് ആയിരുന്നു. അത് ഹാരി എസ് ട്രൂമാൻ. അപ്പോൾ ഈ ഹാരി എസ് ട്രൂമാൻ ആ സമയത്ത് യഹൂദന്മാർ അമേരിക്കയിൽ വളർന്ന് പന്തലിക്കുകയും അമേരിക്കയുടെ ഒരു സാമ്പത്തിക ശേഷിയും അമേരിക്കയുടെ ഒരു സൈദ്ധാന്തിക നേതൃത്വവും യഹൂദന്മാരുടെ കയ്യിലാവുന്ന ഒരു സാഹചര്യം നമ്മൾ രണ്ടാം ലോക മഹായുദ്ധത്തിൽ കണ്ടു. ഒരു പരിധിവരെ അമേരിക്കയുടെ കൺട്രോൾ പോലും യഹൂദന്മാരുടെ കയ്യിലായി. ഇവരുടെ യഹൂദന്മാരുടെ ബുദ്ധി വൈഭവം കൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ഹെൻറിക്കോ ഫെർമി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അന്ന് ഈ ആറ്റം ബോംബ് കണ്ടുപിടിക്കുന്നത്. അതോടുകൂടെ ഈ ഹാരി എസ് ട്രൂമാനും അന്ന് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയ്ക്കും അതിൻ്റെ സഖ്യകക്ഷികൾക്കും എന്ത് സംഭവിച്ചു? അവർക്ക് ആ യുദ്ധത്തിൽ മുന്നോട്ട് വരാൻ കഴിഞ്ഞു. അതിൻ്റെ ഒരു ബാക്ക് ബോണായി പ്രവർത്തിച്ചത് ജൂയിഷ് കമ്മ്യൂണിറ്റിയാണ് അവിടെ. അപ്പോൾ ഹാരി എസ് ട്രൂമാന് ഒരു കമ്മിറ്റ്മെന്റ് തോന്നുകയാണ്. എങ്ങനെ? യഹൂദനോട് കമ്മിറ്റ്മെന്റ് തോന്നുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു രാജ്യം തരണം എന്നുള്ള ഒരു വ്യക്തമായ ഒരു സാഹചര്യത്തിൽ അവിടെ എത്തുന്നു. അപ്പോൾ യഹൂദന്മാർ അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്, എന്താണ്, ഞങ്ങൾക്ക് താമസിക്കാൻ ഈ ഭൂമിയിൽ ഒരു ദേശം വേണം. അപ്പോൾ അവർ പറയുന്നു, നിങ്ങൾക്ക് ആഫ്രിക്കയോ അല്ലെങ്കിൽ അറബ് നാട് അല്ലെങ്കിൽ ഇന്ത്യ. കാരണം ഇന്ത്യ ബ്രദറെ അന്ന് ബ്രിട്ടന്റെ സഖ്യകക്ഷിയാണ്. ഇവിടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു രാജ്യം തരാം. എന്നാൽ അന്ന് യഹൂദൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മൾ അതിപ്പോഴും ചിന്തിച്ചാൽ നമുക്കതിനൊരു ഉത്തരമില്ല. അന്ന് അവർ പറഞ്ഞത്, കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന്, ഉരിയാടാത്ത ദൈവങ്ങളുടെ ഇടയിൽ നിന്ന് അബ്രഹാമിനെ വിളിച്ചുകൊണ്ടുവന്നത് ഏതെങ്കിലും ദേശത്ത് പാർക്കാനല്ല, കനാൻ ദേശത്ത് പാർക്കാനാണെന്ന് വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് രാജ്യം വേണമെങ്കിൽ ഞങ്ങളുടെ രാജ്യം തന്നെ വേണം. എന്ത് സംഭവിക്കുന്നു? വളരെ ദീർഘമായ ചർച്ചകൾക്ക് ശേഷം 1948 ഏപ്രിൽ 14 യഹൂദന് ഒരു രാജ്യം കൊടുക്കുവാൻ അമേരിക്കയും ബ്രിട്ടനും എന്ത് ചെയ്യുന്നു? അവർ താല്പര്യപ്പെട്ട് ആണ്. അതിനുശേഷം ഒരു മാസം കഴിഞ്ഞ് 1948 ജൂൺ 14 അന്ന് കർത്താവായ യേശു ക്രിസ്തു കാലങ്ങൾക്ക് മുമ്പ് ജനിച്ചപ്പോൾ അന്തരീക്ഷത്തിൽ ആകാശത്ത് കണ്ട 6 കാലുള്ള നക്ഷത്രം, ദാവീദിന്റെ നക്ഷത്രത്തിന്റെ കൊടിയേന്തി ഡേവിഡ് ബെൻഗൂറിയൻ എന്ന് പറയുന്ന വ്യക്തി അന്ന് റേഡിയോയിലൂടെ വിളിച്ചു പറഞ്ഞു, അതെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം ലഭിച്ചു, ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം തിരികെ ലഭിച്ചു. അപ്പോഴാണ് 1948 ജൂൺ 14 മെയ് 14 എന്ത് സംഭവിച്ചത്? അത്തിച്ചെടി യഥാർത്ഥത്തിൽ തളിർക്കുകയും ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം രൂപീകരിക്കുകയും ചെയ്തത്. അതോടുകൂടെ വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി 24:32 പറഞ്ഞ വാക്യം അത്തിച്ചെടിയെ പറ്റി വ്യക്തമായി ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം രൂപീകരിച്ചതിനെ പറ്റി നാം അതിൽ കാണുകയാണ്. അടുത്ത ചോദ്യം. നമുക്കറിയാം 1948 ഇസ്രായേൽ എന്ന രാജ്യം രൂപീകരിച്ചു. അതിനുശേഷം ആ രാജ്യം ഒത്തിരി പ്രതിസന്ധികൾ നേരിട്ടു. അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? ബ്രദറെ, അവർ രാജ്യം 1947 അവർക്ക് ലഭിച്ചു. അതോടൊപ്പം അതിനുശേഷം അവർ ഒത്തിരി പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. അതിലേറ്റവും പ്രധാനം 1949 യുണൈറ്റഡ് നേഷൻസ് അവർക്ക് ആദ്യം രാജ്യമായി അവർ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. അന്ന് ശത്രുക്കളുടെ മുമ്പിൽ മേശയൊരുക്കിയ ദൈവം റഷ്യയുടെ സപ്പോർട്ടോടുകൂടെ, അന്ന് 3.5 ലക്ഷം യഹൂദന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭൂമിയിൽ. പക്ഷേ റഷ്യയുടെ സപ്പോർട്ടോടുകൂടെ 1949 യുണൈറ്റഡ് നേഷൻസ് ഇസ്രായേലിനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് ആദ്യം പ്രതിസന്ധി അവർ തരണം ചെയ്യുന്നു. 1960 അവർ ന്യൂക്ലിയർ ബോംബ് അവർ കണ്ടുപിടിക്കുന്നു. അന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഇസ്രായേലിനോട് ചോദിക്കുന്നു, എന്തിനാണ് നിങ്ങൾക്ക് ഇത്രയും വേഗം, അതായത് ഒരു രാജ്യം രൂപീകരിച്ച് 48 രൂപീകരിക്കുന്നു, 60 12 വർഷങ്ങൾക്കിടയിൽ
അവർ ഈ ന്യൂക്ലിയർ ബോംബ് കണ്ടുപിടിക്കുകയാണ്. അന്ന് ഇസ്രായേൽ യഹൂദന്മാർ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് ഇതില്ലാതെ ഞങ്ങളുടെ നിലനിൽപ്പിന് ഇതില്ലെങ്കിൽ ഭീഷണിയാവുന്ന ഒരു സാഹചര്യമാണ് എന്ന് യഹൂദർ പറയുന്നു. കാരണം അവർ ഭൂമിയിൽ മുഴുവൻ ചിതറിയോടിയതും അതിൻ്റെ വളരെ വൈകാരികമായ ഒരു ഫീല് അവരുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് അവരങ്ങനെ ഒരു മറുപടിയിലേക്ക് പോകുന്നത്. പിന്നെ പല യുദ്ധങ്ങളും അവർ നേരിട്ടു. കാരണം ഇവർ അറബ് രാഷ്ട്രങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ചെറിയ രാജ്യമാണ്. പല യുദ്ധങ്ങളും നേരിട്ടു. അതിലെല്ലാം അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിച്ചു, അല്ലെങ്കിൽ ഒരു പരിധിവരെ വിജയിച്ചു എന്ന് പറയാം. എങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ഒറ്റ യുദ്ധത്തിൻ്റെ കാര്യം മാത്രമാണ്. 6 ദിന യുദ്ധം. 1967 യഹൂദന് സംഭവിച്ച 6 ദിന യുദ്ധം. ആ യുദ്ധം മനസ്സിലാക്കാം. പഴയ ദാവീദിൻ്റെ ദൈവം, ദാവീദ് എങ്ങനെയാണോ ഗോലിയാത്തിനെ കൊന്നത്, ബ്രദറെ, അതേപോലെ തന്നെയാണ് 1967 6 ദിന യുദ്ധം നടന്നതായി വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മളങ്ങനെ പറയുന്നതെന്ന് മനസ്സിലാക്കണം. അന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകരിച്ചിട്ട് വെറും 19 വയസ്സുള്ള ഒരു ചെറുക്കൻ എന്ന് വേണമെങ്കിൽ പറയാം. 19 വയസ്സുള്ള ഒരു ബാലനാണ് ഇസ്രായേൽ അന്ന് ഇസ്രായേലിനെ ചുറ്റും വന്ന പ്രബല രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത് അന്ന് ഈജിപ്തിൻ്റെ പ്രധാനപ്പെട്ട രാജാവായിരുന്ന ജനറൽ അബ്ദുൾ നാസർ. അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഈ യഹൂദനെ നാം ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കാൻ 3-4 ദിവസങ്ങൾ കൊണ്ട് പോവുകയാണ്. അന്ന് സിറിയ, ജോർദാൻ, ഈജിപ്റ്റ്, പാലസ്തീൻ തുടങ്ങിയ സകല രാഷ്ട്രങ്ങളും റഷ്യയുടെ ബാക്ക് സപ്പോർട്ട് കൂടെ യഹൂദനെ ആക്രമിക്കുന്നു. അതോടൊപ്പം പിറ്റേന്ന് ഏകദേശം അന്ന് ഇവരുടെ യഹൂദൻ്റെ കയ്യിലുള്ള വിമാനങ്ങൾ എന്ന് പറയുന്നത് വെറും 6 വിമാനങ്ങളും 40,000 സൈന്യവും മാത്രമാണ്. ഇവരെല്ലാ രാജ്യങ്ങളും കൂടെ ചേർന്ന് പറയുകയാണ്, ഞങ്ങൾ അവസാനത്തെ യഹൂദനെയും ഭൂമിയിൽ നിന്ന് 3-4 ദിവസങ്ങൾക്കകം തുടച്ചു നീക്കപ്പെടുവാൻ പോവുകയാണ്. യഹൂദ ക്യാമ്പിൽ ദുഃഖം ആർത്തിരമ്പുന്ന ഒരു സാഹചര്യമാണ്. അവർ ദൈവത്തോട് വീണ്ടും നിലവിളിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോഴേക്കും എന്ത് സംഭവിച്ചു? മോശയാൻ എന്ന് പറയുന്ന ഒരു യഹൂദൻ്റെ ഒരു സൈനിക മേധാവി അതിനകത്തുണ്ടായിരുന്നു, മോശയാൻ. ആ മോശയാൻ അന്ന് തൻ്റെ സൈന്യത്തോടുള്ള മറ്റുള്ളവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അവരുടെ കൂടെ രഥങ്ങളുണ്ട്, അവരുടെ കൂടെ വിമാനങ്ങളുണ്ട്, അവരുടെ കൂടെ മറ്റെല്ലാമുണ്ട്, പക്ഷെ അവർക്കൊന്നുമില്ലാത്ത ഒരുവൻ നമ്മുടെ പാളയത്തിൽ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. അന്ന് എത്രയോ കാലഘട്ടത്തിന് മുമ്പ് ഫറവോനിൽ നിന്ന് മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിടുവിച്ച് ചെങ്കടൽ കടത്തിയ ദൈവം നമ്മോട് കൂടെയുണ്ട്, നമ്മൾ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. അവർ അന്ന് പാളയത്തിലിരുന്ന് യഹൂദന്മാർ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പിറ്റേന്ന് അതിരാവിലെ എന്ത് സംഭവിച്ചെന്നറിയാമോ ബ്രദറെ? റഡാറുകൾ കാണാതെ ഇസ്രായേലിൻ്റെ പോർ വിമാനങ്ങൾ ഒരു വണ്ട് തേനീച്ചകൾ പോകുന്നത് പോലെ ശത്രു രാജ്യങ്ങളുടെ എയർപോർട്ടുകൾ അറ്റാക്ക് ചെയ്യുകയും ഒരൊറ്റ വിമാനം അവിടെ നിന്ന് പൊങ്ങുവാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി. 6 ദിന യുദ്ധം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കും, ഇതുപോലെ ദൈവം യഹൂദനെ സംരക്ഷിച്ച ഒരു സമയമില്ല. അന്ന് ആകാശത്ത് ഒരു രക്തചന്ദ്രൻ കാണുന്നു. ബ്രദറെ, രക്തചന്ദ്രൻ മറ്റൊരു ടോപ്പിക്കാണ്, ഞാനത് പിന്നെ വരാം. അന്ന് ആകാശത്ത് രക്തചന്ദ്രൻ കാണുന്നു. അന്ന് അവരുടെ ഓപ്പോസിറ്റ് വിമാനങ്ങളെന്ന് പറയുന്നത് ഏകദേശം 260 വിമാനങ്ങളോളം ശത്രു രാജ്യങ്ങൾക്കുണ്ടായിരുന്നു. ഈ യുദ്ധത്തോടു കൂടെയാണ് കിഴക്കൻ ജെറുസലേം, സീനായി മല, ഗോലാൻ താഴ്വര, അതായത് ആലയം ഇരിക്കുന്ന സ്ഥലം യഹൂദൻ തിരിച്ചു പിടിക്കുന്നത് ഈ യുദ്ധം നടക്കുന്ന സമയത്താണ് എന്ന് വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ബ്രദർ, ഈ രക്തചന്ദ്രനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. നമ്മുടെ കേട്ടിട്ടുള്ള ഒരു വിഷയമാണ് ഈ രക്തചന്ദ്രൻ. അതും ഈ നമ്മുടെ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ കുറിച്ച് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് പറയാമോ? ബ്രദറെ, ഈ രക്തചന്ദ്രൻ്റെ ഒരു സയന്റിഫിക് ഹിസ്റ്ററി പഠിച്ചാൽ ടെട്രാഡ് എന്നാണ് അത് പറയുന്നത്. രക്തചന്ദ്രൻ എന്ന് പറയുന്നത് പൂർണ്ണമായി ചന്ദ്രൻ രക്തത്താൽ മറയപ്പെടുന്ന ഒരു ഫീലാണ് ആകാശത്ത് കാണാൻ കഴിയുന്നത്. അത് എന്താണ് സംഭവിക്കുന്നതെന്ന് കേട്ടാൽ നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ ആദ്യം 3 തവണയാണ് ഭൂമിയിൽ രക്തചന്ദ്രൻ കാണപ്പെടുന്നത്. അതിൽ ആദ്യത്തെ തവണ 1492. അന്ന് സംഭവിച്ചത് സ്പെയിനിലായിരുന്നു അതുവരെ യഹൂദന്മാർ താമസിച്ചിരുന്നത്. ഈ സ്പെയിനിലെ രാജാവ് വന്ന യഹൂദരോട് പറയുകയാണ്, നിങ്ങൾ ഒന്നുകിൽ കത്തോലിക്കരാവണം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എൻ്റെ രാജ്യം വിട്ട് സ്പെയിൻ വിട്ട് പോകണം. അന്ന് യഹൂദന്മാർക്ക് പോകാൻ ഒരു രാജ്യമില്ല. അവർ തങ്ങളുടെ ദൈവമായ യഹോവയോട് നിലവിളിക്കും, ദൈവമേ, ഞങ്ങൾക്കൊരു ചെറിയ രാജ്യം അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ചെറിയൊരു താമസിക്കാനുള്ള ഒരു പ്രദേശം ഞങ്ങൾക്ക് തരണമെന്ന് അവർ ആവശ്യപ്പെടും. എന്നാൽ എന്ത് സംഭവിച്ചു? ആ സമയത്ത് അവർക്ക് ഒരു പ്രതീക്ഷയുമില്ല. പക്ഷേ എങ്കിലും വലിയവനായ ദൈവം വഴി തുറങ്ങുന്നത് അന്ന് ക്രിസ്റ്റഫർ കൊളംബസിലൂടെയാണ്. ക്രിസ്റ്റഫർ കൊളംബസ് എന്ന് പറയുന്ന വ്യക്തി അന്ന് അപ്രതീക്ഷിതമായി തൻ്റെ പായ്ക്കപ്പലിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്ത് കണ്ടുപിടിച്ചു? നോർത്ത് അമേരിക്ക എന്ന് പറയുന്ന ഒരു ഉപഭൂഖണ്ഡം കണ്ടുപിടിച്ചു. എന്ത് സംഭവിച്ചു? ഒരു പഞ്ചായത്ത് അല്ല ദൈവം കൊടുത്തത്, യഹൂദന് വേണ്ടി കൊടുത്തത്, ഒരു വലിയ കോണ്ടിനെന്റ് തന്നെ നോർത്ത് അമേരിക്കയിലൂടെ കൊടുത്തു യഹൂദന് ഒരു അഭയമായി. അന്ന് ആകാശത്ത്, അതായത് 1492 യഹൂദന് ഒരു നല്ല അഭയസ്ഥാനം കിട്ടിയപ്പോൾ ആകാശത്ത് രക്തചന്ദ്രൻ കാണപ്പെടുന്നു.
രണ്ടാമതായി ഭൂമിയുടെ മാനവരാശിയിൽ രക്തചന്ദ്രൻ കാണുന്നത് 1948 ബ്രദർ നമ്മൾ സൂചിപ്പിച്ചു. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകരിച്ചപ്പോഴാണ്, ആ വർഷമാണ് രണ്ടാമത് രക്തചന്ദ്രൻ ആകാശത്ത് കാണുന്നത്. മൂന്നാമത് രക്തചന്ദ്രൻ കാണുന്നത് എന്ന് പറയുന്നത് ഈ നമ്മുടെ 6 ദിന യുദ്ധത്തിൽ യഹൂദന്റെ നിലവിളി കേട്ട് യഹൂദൻ രക്ഷപ്പെടുമ്പോൾ, യഹൂദന് വേണ്ടി സ്വർഗം യുദ്ധം ചെയ്യുമ്പോൾ, അന്ന് 6 ദിന യുദ്ധത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ വിട്ടുപോയി ബ്രദർ. അന്ന് ഈ ശത്രുക്കൾ വിട്ട ആയുധങ്ങൾ അല്ലെങ്കിൽ റോക്കറ്റ്സ് അന്നത്തെ ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെൽ അവീവിൽ നിന്ന് ഏതോ ഒരു അദൃശ്യ ശക്തി തട്ടി മാറ്റിയതായി അമേരിക്കയുടെ സയന്റിഫിക് ഏജൻസിയായ നാസ റിപ്പോർട്ട് ചെയ്തതായിട്ട് പറയുന്നു. അതുകൊണ്ടാണ് ഒരു പരിധിവരെ ഈ ബിബ്ലിക്കലായിട്ട് വിശ്വസിക്കുന്ന ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനികൾക്ക് ഈ അമേരിക്കയ്ക്ക് ഇസ്രായേലിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഇവരെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് അമേരിക്കൻ ഭരണകൂടം എല്ലാ കാലഘട്ടത്തിലും വിശ്വസിക്കുന്നു. അല്ലാതെ ഇസ്രായേലിന്റെ ആയുധപ്പുര കണ്ടോ ഇസ്രായേലിന്റെ ആയുധം കണ്ടോ ഒന്നുമല്ല. ഇവരെ സംരക്ഷിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുവെന്ന് അമേരിക്കയിൽ വരുന്ന കാലകാലങ്ങൾ വരുന്ന ഭരണകൂടം വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇസ്രായേലിനെ സംരക്ഷിക്കുന്നത്. നമ്മൾ 3 കാര്യങ്ങളും രക്തചന്ദ്രനെ പറ്റി കേട്ടത് ഇസ്രായേലുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്ന കാര്യങ്ങളിലാണ്. അതായത് ഇസ്രായേലിൽ എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്താണ് ഈ 3 ഘട്ടങ്ങളിലും ആകാശത്ത് റെഡ് മൂൺ അല്ലെങ്കിൽ രക്തചന്ദ്രനെ കണ്ടതായി നമ്മൾ മനസ്സിലാക്കി. ബ്രദറെ, നാം വേദപുസ്തകം പരിശോധിക്കുമ്പോൾ യെരുശലേം ദേവാലയത്തിന് ഒരുപാട് പ്രാധാന്യം നൽകുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ശലോമോൻ രാജാവിൻ്റെ സമയത്താണ് അത് ആദ്യമായിട്ട് പണി കഴിപ്പിക്കുന്നത്. എന്നാൽ ഇത് പലതവണ തകർക്കപ്പെട്ടു. എന്നാൽ ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ ദേവാലയത്തിൻ്റെ പുനർനിർമ്മീകരണത്തിന് വേണ്ടി റൈസിംഗ് ലൈൻ എന്ന പ്രോജക്റ്റ് യഹൂദൻ ചെയ്യുന്നു എന്ന് കേൾക്കുന്നു. ബ്രദർ, ഇതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? ബ്രദർ, ഇത് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ ചിന്തിക്കുന്നത് പോലെ കുടിവെള്ളമോ വൈദ്യുതിയോ ഒന്നുമല്ല. ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് യഹൂദന് ആലയമില്ല എന്നുള്ളതാണ്. യഹൂദന് ഇന്ന് നിലവിൽ ആലയമില്ല. ഒന്നാമത്തെ ആലയം എന്ന് പറയുന്നത് സമാഗമന കൂടാരമാണ്. അന്ന് പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം വേദപുസ്തകത്തിൽ പറയുന്നു, അത് തകർന്നു. രണ്ടാമത്തെ ആലയം എന്ന് പറയുന്നത് ദാവീദ് ആഗ്രഹിച്ചു, എന്നാൽ ശലോമോൻ അത് പണിതു. ദാവീദിന്റെ പാപം കാരണം അത് പണിയാൻ കഴിഞ്ഞില്ല. രണ്ടാമത്തെ ആലയം പണിത സമയത്ത് BC 606 ആ ആലയം എന്ത് ചെയ്തു? തകർക്കപ്പെട്ടതായി വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്നു. മൂന്നാമത്തെ ആലയം കോരേഷ് എൻ്റെ ഇടയൻ, എസ്ര, നെഹമ്യാവ്, സെനബബൽ 3 പിതാക്കന്മാരാൽ സൃഷ്ടിക്കപ്പെട്ട പുനർനിർമ്മിക്കപ്പെട്ട ഒരു ആലയമാണ് മൂന്നാമത്തെ യഹൂദന്റെ ആലയം എന്ന് പറയുന്നത്. ഹെരോദാവ് പലതവണ 46 വർഷം പുതുക്കിപ്പണിത ആ ആലയത്തെയാണ് കർത്താവ് യേശുക്രിസ്തു പെസഹ പെരുന്നാളിൽ പറഞ്ഞത്. എന്താണ്? ഇത് കല്ലിന്മേൽ കല്ലായി ശേഷിക്കുകയില്ല എന്ന് ഈ ആലയത്തെ നോക്കിയാണ് പറഞ്ഞത്. അതെന്ത് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞോ അത് ഈ ഭൂമിയിൽ സംഭവിച്ചത് തന്നെയായിട്ടാണ്. പിന്നെ കല്ലിന്മേൽ കല്ല് ശേഷിച്ചതായിട്ട് നാം മനസ്സിലാക്കുന്നില്ല. ഇന്ന് യഹൂദന് ആകപ്പാടെ ഉള്ളത് അവൻ്റെ വിലാപമതിൽ, അവൻ തലയടിച്ച് കരയുന്ന വിലാപമതിലും കിഴക്കേ മതിലും മാത്രമാണ്. അവന് ആലയമില്ല. പക്ഷേ വിശുദ്ധ വേദപ്രകാരം ആലയ നിർമ്മാണത്തിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 12 കടമ്പകൾ അവിടെ കടന്നതായി നാം ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ ഞാൻ സംസാരിക്കുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും 12 കാര്യങ്ങൾ നടന്നു. 1, 2017 ഡിസംബർ മാസം ട്രംപ് യെരുശലേമിനെ ഇസ്രായേലിന്റെ തലസ്ഥാനമായി പ്രഖ്യാപിക്കുന്നു. രണ്ടാമത്തെ കാര്യം 2018 മെയ് മാസത്തോടുകൂടെ യെരുശലേം കോൺസുലേറ്റ് അവിടെ സ്ഥാപിക്കുന്നു. 2018 ജൂൺ മാസത്തോടുകൂടെ തന്നെയാണ് ഒരു യഹൂദ രാഷ്ട്രമായി ഇസ്രായേലിനെ പ്രഖ്യാപിക്കുന്നു. 3 കാര്യങ്ങൾ ട്രംപിന്റെ ആ ലീഡർഷിപ്പിൽ ആ കാലഘട്ടത്തിൽ യഹൂദന് സംഭവിച്ചു. 4ാമത്തെ കാര്യം സംഭവിച്ചത് ഏറ്റവും രസമേറിയ കാര്യം. പണ്ട് നമ്മളൊരു ചിയാങ് വൈസ്മാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റി കേട്ടല്ലോ. ആ ചിയാങ് വൈസ്മാന്റെ മിടുക്കനായ കൊച്ചുമോൻ ചിയാങ് കവിനോവസ്കിയെ യഹൂദന്റെ ആലയ നിർമ്മാണത്തിന്റെ ബിൽഡിംഗ് കൺവീനറായി യഹൂദൻ പോസ്റ്റ് ചെയ്യുന്നു. 5ാമത് എന്ത് സംഭവിച്ചു? ഒരു $60 ലക്ഷം കരാറിൽ മിഡിൽ ഈസ്റ്റ് കൺസ്ട്രക്ഷൻ കമ്പനിക്ക് യഹൂദൻ തൻ്റെ ആലയ പണികളുടെ കരാർ സൈൻ ചെയ്യുന്നു. 6ാമത് ഒരു കൺസൾട്ടൻസിയെ, ഹേക്രോ കൺസൾട്ടൻസിയെ ഇവർ അവരുടെ ആലയ പണി നിർമ്മാണത്തിന് വേണ്ടി കൺസൾട്ടൻസി ആയിട്ട് നിയമിക്കുന്നു. 7ാമത് പഴയ തോറ യഹൂദ കുഞ്ഞുങ്ങൾ വീണ്ടും പഠിച്ചു തുടങ്ങുന്നു. 8ാമത്തെ ചിന്ത എന്ന് പറയുന്നത് അവൻ്റെ ലാപ്ടോപ്പിൽ ആലയത്തിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് വന്നിരിക്കുന്നു. 9ാമത്തെ അത്ഭുതമായ കാര്യം എന്ന് പറയുന്നത് കുറേ കാലം ഇല്ലാതിരുന്ന 2007 വരെ ഇല്ലാതിരുന്ന ചുവന്ന പശുക്കൾ, അവര് ബലി മൃഗങ്ങളായി അല്ലെങ്കിൽ യാഗത്തിന് ഉപയോഗിക്കുന്ന ചുവന്ന പശുക്കൾ ആദ്യം 6 വരികയും
ഇന്ന് 300ഓളം ചുവന്ന പശുക്കൾ യഹൂദന്റെ ഭവനത്തിൽ വളരുകയാണ്. 9 കാര്യങ്ങൾ കണ്ടു. അതിനുശേഷം 10ാമത് ഒരു ടോമി ഷെർലോക്ക് എന്ന് പറയുന്ന ലണ്ടൻ സ്കൂൾ ഓഫ് ട്രാഫിക്കിൽ പഠിച്ചിറങ്ങിയ ഒരു മിടുക്കനായ ഒരു ചെറുപ്പക്കാരനെ തങ്ങളെ ട്രാഫിക് നിയന്ത്രിക്കുവാൻ, ആൻറ്റി ക്രൈസ്റ്റ് എപ്പോൾ വന്നാലും അവിടെ ആ ട്രാഫിക് നിയന്ത്രിക്കാൻ യഹൂദൻ പോസ്റ്റ് ചെയ്യുന്നു. 11ാമതായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവരൊരു ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ സ്ഥാപിക്കുന്നു. ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്. അതോടൊപ്പം തന്നെ വെറും പത്തനംതിട്ടക്കാരനായ ഒരു ജോർജ് കോശി എന്നാണ് അദ്ദേഹം, ഇസ്രായേലിലെ മന്ത്രിയുടെ ഒരു മകൻ്റെ സുഹൃത്താണ്. മന്ത്രിയുടെ മകൻ പറയുകയാണ് ഇദ്ദേഹത്തോട്, വെറും 43 ദിവസങ്ങൾ കൊണ്ട് ഞങ്ങൾ ആലയം നിർമ്മിക്കാൻ ഞങ്ങളുടെ കയ്യിൽ കാര്യങ്ങളെല്ലാമായി വെറും 43 ദിവസം കൊണ്ട് ഞങ്ങൾ ആലയം നിർമ്മിക്കുമെന്ന് ഈ ഇസ്രായേലിലെ മന്ത്രിയുടെ മകൻ കേരളത്തിലെ ഒരു വ്യക്തിയോട് പറയുകയാണ്. 11 കാര്യങ്ങൾ അവിടെ സംഭവിച്ചു കഴിഞ്ഞു. 12ാമത്തെ കാര്യം, ഒരു 2018 ഒരു ഫെനീക്ക ഫെസ്റ്റിവലിൽ അവിടെ ഈ നമ്മൾ നേരത്തെ കേട്ട ഈ ചുവന്ന പശുവിനെ വെച്ച് ഒരു യാഗം അവിടെ കഴിക്കുകയും യഹൂദന്റെ ആലയ നിർമ്മാണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 12 കാര്യങ്ങൾ അവിടെ സംഭവിക്കുകയും ചെയ്തിരിക്കുകയാണ്. ബ്രദർ, അപ്പോൾ ഈ 41 ദിവസം കൊണ്ട് ഈ ദേവാലയം പണി കഴിപ്പിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ, പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രയും വൈകുന്നത്, ഇതുവരെയും സ്റ്റാർട്ട് ചെയ്യാത്തത്? ബ്രദറെ, അത് വളരെ ഒരു നല്ല ചോദ്യമാണ്. കാരണം യഹൂദന് ഇത്രയും സംവിധാനങ്ങളുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഈ ആലയ നിർമ്മാണം ലേറ്റ് ആവുന്നത് എന്ന് ഒരു ചിന്ത പലരുടെ മനസ്സിൽ ഉണ്ടാകുന്നു. അതിന് വളരെ വ്യക്തമായ ഉത്തരവെന്ന് പറയുന്നത് ഹോശേയ പ്രവാചകന്റെ 3-ാം അധ്യായം പറയുകയാണ്, ഒരു നീണ്ട കാലം അവർക്ക് യാഗം അവിടെ നടക്കില്ല എന്ന് പറയുന്നു. അത് സംഭവിച്ചു. കാരണം ആലയം നശിക്കപ്പെട്ടു. അതിനുശേഷം എത്രയോ കാലം അവർക്ക് ഈ സ്ഥലം കിട്ടിയില്ല. 1967 6 ദിന യുദ്ധത്തിലാണ് യഹൂദന് തൻ്റെ ആലയം ഇരുന്ന സ്ഥലം ലഭിക്കുന്നത്. അപ്പോൾ ഇത്രയും വർഷക്കാലം അവിടെ സ്ഥലവും ആലയവും ഇല്ലാതിരുന്നത് കാരണം അവർക്ക് യാഗം അർപ്പിക്കുവാനായിട്ട് സാധിച്ചില്ല. അത് ഹോശേയ പ്രവാചകൻ പറഞ്ഞത് 100% സത്യമായതായി നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാം. പിന്നെ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അതിനുശേഷം അവർക്ക് ഈ ആലയം ലഭിക്കുന്നു. അതോടൊപ്പം ഈ ആലയത്തിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് ശരിക്കും അവിടുത്തെ സെനിഗ്ധ സഭ എന്ന് പറയുന്ന ഒരു സഭയ്ക്കാണ്. അന്ന് നമ്മുടെ സംഖ്യാപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, മോശയും പുരോഹിതനും ബാക്കി പുരോഹിതന്മാരും കൂടെ 70+1 71 പേരാണ് അന്നത്തെ ഈ ഒരു സംഖ്യ വിശുദ്ധ വേദപുസ്തകത്തിൽ കാണിക്കുന്നത്. ഇന്നും അതുപോലെ ഈ സെനിഗ്ധ സഭ എന്ന് പറയുന്നത് 71 അടങ്ങിയ ഒരു കൂട്ടമാണ്. അവിടുത്തെ ഏറ്റവും വലിയ ടോപ്പ് മോസ്റ്റ് സുപ്രീം കോർട്ട് പോലെ കൈകാര്യം ചെയ്യുന്ന പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ഇസ്രായേലിലെ ഈ സെനിഗ്ധ സഭ എന്ന് പറയുന്നത്. ഈ സെനിഗ്ധ സഭയാണ് ഈ ഇവരുടെ ആലയ നിർമ്മാണത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുത്തിരിക്കുന്നത്. 2018 അതിൻ്റെ ആരംഭ നടപടികൾ പൂർത്തിയാവുകയും ഒരു ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു എക്സിബിഷൻ ടെമ്പിൾ, ഇന്ന് ഇസ്രായേൽ പോയാൽ ഒരു ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്യാൻ കഴിയും, അവിടെ കാണാൻ സാധിക്കും. ഇത് ഈ സെനിഗ്ധ സഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ബ്രദർ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്, എന്തുകൊണ്ടാണ് ഈ ആലയ നിർമ്മാണം താമസിക്കുന്നു എന്നുള്ളത്. പെട്ടെന്ന് അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലല്ല ഇതിൻ്റെ ഒരു കിടപ്പോഷം എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ആലയം ഇതിനകത്ത് ഒരുപാട് 93-ലധികം ഉപകരണങ്ങളുണ്ട്. അതിൽ ചിലതാണ് ഞാനിതാ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് കവരവിളക്ക്, രണ്ടാമത് കാശിയപ്പത്തിൻ്റെ മേശ, മൂന്നാമത് യഹൂദ പുരോഹിതൻ്റെ വസ്ത്രമുണ്ട്, യഹൂദ പുരോഹിതൻ്റെ നെറ്റിപ്പട്ടമുണ്ട്. അതോടൊപ്പം എന്തുണ്ട്, യഹൂദ് എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നിർമ്മിക്കുന്നതല്ല, ഓരോ പ്രത്യേക രീതികളിലാണ് ഇത് നിർമ്മിച്ചതായി കാണാം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ യാഗപീഠം, ഇപ്പോൾ എക്സിബിഷൻ ടെമ്പിൾ മൗണ്ടൈൻ ഇരിക്കുന്ന സ്ഥലത്ത് എക്സിബിഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു യാഗപീഠമുണ്ട്. ആ യാഗപീഠം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ ഒരു ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് ഒരു ചെറിയ ചരിവോടുകൂടെയാണ് ഈ യാഗപീഠം നിർമ്മിച്ചിരിക്കുന്നത്. അത് ഇഷ്ടിക കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബ്രദർ, അത് വെറും ഇഷ്ടിക കൊണ്ടെന്ന് പറയാൻ കഴിയില്ല. കാരണം അത് ഇരുമ്പ് തൊടാതെ സമുദ്രത്തിൻ്റെ അടിയിൽ നിന്ന് ചേറെടുത്ത് ഉണക്കി ചുട്ടെടുത്താണ് അതിൻ്റെ ഇഷ്ടിക നിർമ്മിച്ചിരിക്കുന്നത്. കാരണം അത് ഡിസ്മാൻഡിൽ ചെയ്യാൻ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും, എപ്പോഴും വേണമെങ്കിലും ഡിസ്മാൻഡിൽ ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഇന്ന് ആ ആലയത്തിൻ്റെ ഒരു യാഗപീഠം യഹൂദൻ നിർമ്മിച്ചിരിക്കുന്നതായി കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് സാധനങ്ങളുടെ വില, ഈ കവരവിളക്ക് എന്ന് പറയുന്നത് ഏകദേശം 90 കിലോ സ്വർണം, 90 കിലോ തങ്കത്തിൻ്റെതാണ് കവരവിളക്ക് എന്ന് പറയുന്നത്. അതോടൊപ്പം യഹൂദ പുരോഹിതൻ്റെ വസ്ത്രം $1,00,000 നമുക്ക്
കാണാം. $1,00,000 യഹൂദന്റെ പുരോഹിതൻ നെറ്റിപ്പട്ടമെന്ന് പറയുന്നത് വെറും തനി തങ്കമായതാണ്. ഇനി വീണ്ടും എന്തുകൊണ്ട് ലേറ്റ് ആവുന്നു എന്നുള്ള ഒരു ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ അതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എക്സാമ്പിൾ എടുക്കാം. യഹൂദ പുരോഹിതന്റെ നിലവസ്ത്രം, അത് വിശുദ്ധ വേദപുസ്തകത്തിൽ പുറപ്പാട് 28:31 പറഞ്ഞിരിക്കുകയാണ്. അത് ഇളം നീല നിറത്തിലാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ ഡൈ, സാധാരണ രീതിയിൽ ഈ ഗാർമെന്റ് ഉണ്ടാക്കുന്ന ഡൈ എങ്ങനെയാണ് അന്ന് ഈ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കി. നമ്മൾ ഉള്ളി, സവാളയുടെ തൊലി ചൂടുവെള്ളത്തിലിട്ട് കമ്പിളി നീൽ അതിൽ മുക്കിയാണ് സാധാരണ ഈ ഡൈ ഉണ്ടാക്കുന്നതായിട്ട് കാണും. പക്ഷേ യഹൂദന്റെ യഹൂദ പുരോഹിതന്റെ വസ്ത്രത്തിൽ ഇളം നീല ഉണ്ടാക്കുന്നത് അങ്ങനെയൊന്നുമല്ല. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഈ മെഡിറ്ററേനിയൻ സമുദ്രത്തിനകത്ത് താച്ച്ലെറ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ഒച്ചുണ്ട്. ഈ ഒച്ച് 90 വർഷങ്ങൾക്ക് ഇടയ്ക്കാണ് ഇത് സമുദ്രത്തിലേക്ക് ഈ ഒച്ച് കയറി വരുന്നത്. ഈ ഒച്ചിന്റെ ഒരു ഗ്ലാൻഡിൽ നിന്ന് വരുന്ന ഒരു സ്രവമാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, ആ ഒരു സ്രവത്തിൽ നിന്നാണ് ഇതുണ്ടാക്കേണ്ട ഡൈ, യഹൂദന്റെ ഇളനീല വസ്ത്രത്തിലുള്ള പൗരോഹിത്യത്തിന്റെ പട്ട് ഉണ്ടാക്കേണ്ട ഡൈ ഫോം ചെയ്യുന്നത്. എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ്, ഈയിടയ്ക്ക് ഇതുവരെ ആ ഒച്ച് വന്നിട്ടില്ല. 1990 വീണ്ടും എത്രയോ വചനത്തിന് ഒരു വള്ളി പുള്ളി മാറ്റമില്ല എന്ന് പറയുന്നത് പോലെ 1990 വീണ്ടും ഈ തച്ച്ലൈറ്റ് വിഭാഗത്തിൽപ്പെട്ട ഒച്ച് ഇഞ്ഞ് സമുദ്രത്തിന്റെ ഫ്രണ്ടിലോട്ട് എത്തുകയും അതോടുകൂടെയാണ് ഇവർക്ക് വീണ്ടും പൗരോഹിത്യ വസ്ത്രം ഇളം നീല നിറത്തിൽ തയ്യാറാക്കാൻ കഴിയുന്നത്. ഒരു വസ്ത്രം അവിടെ തൂക്കി ഇട്ടിരിപ്പുണ്ട്, അവിടെ കാണാൻ പോകുമ്പോൾ നമുക്ക് സാധിക്കും. $1,00,000 ആണ് അതിൻ്റെ വില എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ട് ലേറ്റ് ആകുന്നു എന്ന് കേട്ടാൽ, അവിടെ ഈ ആലയ നിർമ്മാണത്തിനുള്ള ഓരോ സാധനങ്ങൾക്കും ഓരോ രീതിയിലാണ് തയ്യാറാക്കുന്നത്. ഒരിക്കലും കിട്ടാതിരുന്നതാണ് പെട്ടകം. പക്ഷെ പെട്ടകം ഇപ്പോൾ കിട്ടിയെന്നാണ് അറിവ്. പെട്ടകം എവിടെയുണ്ടെന്ന് യഹൂദന് മനസ്സിലായി. അതോടുകൂടെ ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും, ആലയ നിർമ്മാണത്തിലേക്കുള്ള എല്ലാ കാര്യങ്ങളും അത് ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ബ്രദർ, നമ്മൾ ഇതുവരെ ചിന്തിച്ച കാര്യങ്ങൾ നമ്മളെല്ലാം വിശകലനം ചെയ്യുമ്പോൾ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം വള്ളിയോ പുള്ളിയോ തെറ്റാതെ സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിക്കുമ്പോൾ നാം കാണുന്നത് വരാൻ പോകുന്ന ഒരു ദൈവപുത്രനെയാണ്, രണ്ടാം വരവ്, യേശുക്രിസ്തുവിന് രണ്ടാം വരവ്. അതെപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അതിനെക്കുറിച്ച് എന്താണ് ബ്രദർ പറയാനുള്ളത്? ബ്രദർ, നമ്മൾ മനസ്സിലാക്കുമ്പോൾ അടുത്ത് സംഭവിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട യുദ്ധം എന്ന് പറയുന്നത് ഗോഗ് മാഗോഗ് യുദ്ധമാണ്. വേദപുസ്തകത്തിൽ വ്യക്തമായി പറയുന്നത്. അതെ, ഈ മാഗോഗ് എന്ന് പറയുന്നത് റഷ്യയുടെ നേതൃത്വത്തിൽ പല രാജ്യങ്ങൾ ഒരുമിച്ച് വരുന്ന ഒരു വിങ്ങിനെയാണ് മാഗോഗ് എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ നമ്മൾ പലരും യഹൂദന്മാരുടെ വിജയമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ വിശുദ്ധ വേദപുസ്തക പ്രകാരം ചിന്തിക്കുമ്പോൾ അവൻ്റെ നല്ല ദിനങ്ങൾ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ഇനി റഷ്യ ഇങ്ങനെയുള്ള പ്രബല ശക്തികൾ ഇസ്രായേലിന് ചുറ്റും പാളയമിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇവനെ ഭൂമിയിൽ നിന്ന് മാറ്റിക്കളയാം എന്ന് അവർ ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പല രാജ്യങ്ങളും ഇസ്രായേൽ പർവ്വത നിരകളിൽ വന്ന് അണയും. വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി പറയുന്നു, അവൻ്റെ സ്നേഹിതന്മാർ അവനെ വിട്ടുപോകും. ഇന്ന് കാണുന്ന അമേരിക്ക, ഇന്ന് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന പല രാജ്യങ്ങൾക്കും ഇസ്രായേലിനെ വിട്ടുപോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും എന്ന് വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി പഠിപ്പിക്കുന്നു. അങ്ങനെ സ്നേഹിതന്മാർ വിട്ടുപോകും, ഇസ്രായേൽ ഒറ്റപ്പെടും. പക്ഷെ എന്ത് സംഭവിക്കും? അവർ വീണ്ടും തങ്ങൾ ക്രൂശിച്ച, തങ്ങൾക്ക് വേണ്ടി മരണപ്പെട്ട ദൈവപുത്രനെ നോക്കി അവർ വീണ്ടും നിലവിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. 2/3 യഹൂദന്മാർ ഈ ഭൂമിയിൽ കൊല്ലപ്പെടും. അവർ വീണ്ടും തങ്ങളുടെ ദൈവത്തോട് വിളിച്ച് കരയും. അവർ കർത്താവിനെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം, ശേഷിക്കുന്ന 1/3 വിഭാഗം യഹൂദന്മാർ അവർ കർത്താവിനെ വിളിച്ച് കരയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അബ്രഹാമിന് കൊടുത്ത ഉടമ്പടി അനുഗ്രഹം കർത്താവായ യേശുക്രിസ്തു അത് ഒരിക്കലും എന്ത് ചെയ്യില്ല, പഴയ ഉടമ്പടി അനുഗ്രഹം നെഗ്ലക്റ്റ് ചെയ്യില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ, അന്ന് ഈ ഇത്രയും രാജ്യങ്ങൾ ഇസ്രായേലിൽ നിന്നുള്ള പാളയം ഇറങ്ങി വരുമ്പോൾ അന്ന് ആകാശത്തിലെ അവസ്ഥകൾ മാറും. അന്ന് മഴ പെയ്യും, അന്ന് ഭൂകമ്പം ഉണ്ടാവും. ഈ ശത്രുക്കളുടെ ഭാഷ കലക്കിക്കളഞ്ഞതുപോലെ ശത്രുക്കൾ പരസ്പരം യുദ്ധം ചെയ്ത് ഇസ്രായേലിന്റെ പർവ്വത നിരകളിൽ വീഴും എന്ന് വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി പറയുന്നു. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ആമോസ് പ്രവാചകൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സംഭവിച്ചിരിക്കുന്നുവെങ്കിൽ ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുന്ന ഞാനും നിങ്ങളും ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്ന ഇനിയുള്ള കാര്യങ്ങളും 100% നടക്കും എന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. കുഞ്ഞാടായി
അറക്കപ്പെട്ടവൻ, കുഞ്ഞാടായി ക്രൂശിക്കപ്പെട്ടവൻ, യഹൂദ ഗോത്രത്തിൻ്റെ സിംഹമായി തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ചാനലുകൾ, മനോരമ, ഏഷ്യാനെറ്റ്, BBC സകല ചാനലുകളും ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു ക്രൈസ്തവനായ നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ ഇതറിയുന്ന നമ്മുടെ ഉത്തരവാദിത്തം മാത്രമായിരിക്കരുത്. നമ്മൾ അടുത്ത തലമുറകൾക്കും കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും വചനം പഠിപ്പിക്കണമെന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. നമ്മുടെ തലമുറകൾക്കും ഈ വിശുദ്ധ വേദപുസ്തകം നന്നായി പഠിപ്പിക്കാനുള്ള കൃപ, നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു താല്പര്യം നമ്മുടെ ജീവിതത്തിൽ വേണം. ഇതനുസരിച്ച് നമുക്ക് ജീവിക്കാനുള്ള ഒരു കൃപ തരുന്ന കൃപയ്ക്കായി നാം ദൈവത്തെ സ്തുതിക്കണം. ഒരു നിമിഷം ബ്രദറെ നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസനുമായ ഞങ്ങളുടെ നല്ല കർത്താവേ, ഇന്ന് ഈ ക്രിസ്ത്യൻ മിറർ ഷോയിൽ ഞങ്ങൾക്ക് കർത്താവെ അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാനും കർത്താവെ പ്രാർത്ഥിക്കുവാനും കർത്താവെ കുറച്ച് സമയം കർത്താവെ ആധുനിക കാലഘട്ടത്തിൽ കർത്താവെ തൻ്റെ രാജ്യമായ നീ വിളിക്കപ്പെട്ട ജനതയെ തിരഞ്ഞെടുത്ത കർത്താവ് ഇസ്രായേലിൽ നടക്കുന്ന കാര്യങ്ങൾ കർത്താവെ ഞങ്ങൾക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവെ അപഗ്രഥിക്കുവാനുള്ള നല്ല കൃപയോട് ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്നു, ആസ്വദിക്കുന്നു. കർത്താവെ പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, അങ്ങയുടെ വചനമോ നിലനിൽക്കുന്നു നിങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവ് യഹോവയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വല്ല കാര്യങ്ങൾക്കും വള്ളി പുള്ളി മാറ്റമുണ്ടാവില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ തൻ്റെ ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അപ്പച്ച അവിടെ നടക്കുന്ന അശാന്തിയെ ഞങ്ങൾ കർത്താവെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എത്രയും പെട്ടെന്ന് ആ രണ്ട് രാജ്യങ്ങളിലും കർത്താവെ യുദ്ധം നടക്കുന്ന സകല രാജ്യങ്ങളിലും കർത്താവ് ഏറ്റവും പെട്ടെന്ന് ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകുന്നതിലേക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അതോടൊപ്പം തന്നെ അവിടെ കർത്താവെ ജോലി ചെയ്യുന്ന ഒത്തിരി മലയാളികളുണ്ട്. കർത്താവെ ഒത്തിരി ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്. കർത്താവ് ഇറാനിൽ, കർത്താവെ അപ്പച്ച സിറിയയിൽ, ലെബനോനിൽ, കർത്താവ് ഇസ്രായേലിൽ കർത്താവെ ജോലി ചെയ്യുന്ന ഒത്തിരി ഞങ്ങളുടെ കർത്താവെ സഹോദര കുടുംബങ്ങളുണ്ട്. കർത്താവ് ജീവന് പോലും അപകടം വരാതെ കർത്താവെ അങ്ങ് സംരക്ഷിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ ശേഷ സമയം കർത്താവെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് തരുന്നു. സർവ്വതും അങ്ങയുടെ സന്നിധിയിൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന് തന്നെയുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഇത്രയും നേരം നമ്മളോട് സംസാരിച്ച ബ്രദർ നിർബിനോട് നമ്മുടെ ക്രിസ്ത്യൻ മിറർ ടോക്ക് ഷോയുടെ നന്ദി അർപ്പിക്കുന്നു. തീർച്ചയായിട്ടും എനിക്കും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിച്ചു. നന്ദി അർപ്പിക്കുന്നു. ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന നിങ്ങളോടും നന്ദി അർപ്പിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു.